ഇരട്ട വോട്ടുള്ളവർ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്നാണ് സുപ്രീം കോടതിയുടെ പരാമർശം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വീണ്ടും പെട്ടോ? കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരിൽ നിന്നാണ് കൂടുതൽ ഇരട്ട വോട്ടിനെ കുറിച്ചുള്ള തെളിവുകൾ പുറത്തു വരുന്നത്. അതെ അതെ, വോട്ട് ചോരി എന്നും പറഞ്ഞ് കൂടുതൽ വാചാലമായ വ്യക്തികളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ഇരട്ട വോട്ടുകൾ കാണുന്നത്. അവരുടെ തന്നെ പവൻ ഖേര ഏറ്റവും വാചാലനായിട്ട് മോദിയെ വിമർശിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനാണ് ഡൽഹിയിൽ തന്നെ, തലസ്ഥാന നഗരത്തിൽ തന്നെ, സുപ്രീം കോടതി ഇരിക്കുന്ന ഡൽഹിയിൽ തന്നെ ഇരട്ട വോട്ടുകളുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്ന അവിടുത്തെ തലതൊട്ടപ്പനായ രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാടും അതിനടുത്തുള്ള മണ്ഡലത്തിലും 2 വോട്ടുകളായിട്ട് ഉണ്ട്. കുടുംബത്തിനും ഉണ്ട്. അത് അദ്ദേഹത്തെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും അദ്ദേഹം അറിയാതെ അല്ല, അതങ്ങനെ ഇരിക്കട്ടെ, നമുക്കൊരു ഇനിയും വരുമ്പോൾ ഒന്ന് പ്രയോജനപ്പെടുമല്ലോ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വിചാരിച്ച് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അതില്ല. സുരേഷ് ഗോപിയെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ആർക്കും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ സൂക്ഷ്മ ദർശിനി വെച്ച് പരിശോധിച്ചിട്ടും സുരേഷ് ഗോപി അങ്ങനെ കള്ളവോട്ട് 2ഇടത്തായിട്ട് ഉണ്ടായത് കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. പലർക്കും ഉണ്ട്, ഇന്ത്യയിൽ പലർക്കും ഉണ്ടത്. ഈ 2 വോട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് പോൾ ചെയ്താൽ ഇരുന്നാൽ മതി എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അന്ന് പത്രസമ്മേളനത്തിൽ അതുപോലും വിഷയമായി ചൂണ്ടിക്കാട്ടുകയാണ് നമ്മുടെ യുവരാജാവ്. ആ യുവരാജാവിൻ്റെ പാർട്ടി ആദ്യം പവൻ ഖേരയെ പുറത്താക്കട്ടെ പാർട്ടിയിൽ നിന്ന്. അദ്ദേഹമല്ലേ വോട്ട് ചോരി നടത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ പുറത്താക്കട്ടെ, എന്താ മടിക്കുന്നത്? ഇത് ഇങ്ങനെ കാണിച്ച് പ്രോജക്റ്റ് ഇത് കണ്ടോ അത് കണ്ടോ എന്നും പറഞ്ഞ് അറിയാൻ വയ്യാത്ത ഭാഷയിൽ ഏതെങ്കിലും സ്ത്രീയെ കൊണ്ട് സംസാരിപ്പിച്ച് ആവശ്യമില്ലാത്ത നമ്പറുകളൊക്കെ ഫോണിൽ കൊടുത്തിട്ട് ആ സ്ത്രീകൾക്ക് നേരെ ഇപ്പോൾ അശ്ലീല പ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അവരെ ഇങ്ങനെ എന്തിനാണ് രാഹുൽ ഗാന്ധി തെറി പറയിക്കുന്നത്? അതുപോലെ പാവപ്പെട്ട ഒരു 35 വയസ്സുകാരിക്ക് 125 വയസ്സുണ്ടെന്നും പറഞ്ഞ് പോസ്റ്ററും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പോസ്റ്റർ ഗേളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി. 135 വയസ്സൊരു സ്ത്രീക്ക്. സോണിയാഗാന്ധിക്ക് ഇങ്ങനെ 135 എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 135 വയസ്സ്, ആ തള്ളക്ക് 135 വയസ്സുണ്ട് എന്നും പറഞ്ഞ് ഞാനിരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളെന്തിനാ അവരുടെ വയസ്സ് അന്വേഷിക്കാൻ പോകുന്നത്? എന്താ കല്യാണം ആലോചിക്കാൻ പോകുന്നു? രാഹുൽ ഗാന്ധിക്ക് കല്യാണം ആലോചിക്കാൻ പോകുന്നു നാത്തൂനായിട്ട്? നിങ്ങളെന്തൊരു വൃത്തികേടായി കാണിച്ചത്. അദ്ദേഹത്തിന് ചില യാത്രകൾ ഒഴിവാക്കാൻ വരും. അതെ, നിങ്ങളുടെ കുടുംബത്തിന് മാത്രമേ ഉള്ളൂ മാനം. അത് നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ അസുഖമെന്ന് നിങ്ങൾ നാട്ടുകാരോടൊന്നും പറയത്തോ? അതൊക്കെ വലിയ പ്രസ്റ്റീജ്. നിങ്ങൾ വലിയ രാജകുടുംബമല്ലേ? രാജകുടുംബത്തിൽ രാജധാനിയിലെ രഹസ്യങ്ങൾ അന്തഃപുര രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാവാൻ പാടില്ല വേണ്ടേ? പക്ഷേ നിങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് കടന്ന് കയറരുത്. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. രാജകുടുംബത്തിൽ ജനിച്ചു, അതിൻ്റെ പകിട്ട് എന്താ ഭൂമിയിലെ രാജാവ് എന്നുള്ള മട്ടി പകിട്ട് കാണിച്ചു കൊണ്ടിരിക്കുക. ഭൂമിയിലെ രാജാക്കന്മാർ രാജകുടുംബമാണ്. അവർ വരുന്നു വയനാട്, അവരുടെ സ്വന്തം മണ്ഡലം, അവിടുത്തെ ഒരൊറ്റ പ്രജയെ കാണാതെ കാട്ടിനകത്ത് രഹസ്യമായിട്ട് താമസിച്ചിട്ട് എല്ലാവരും കൂടെ തിരിച്ചു പോകും. എന്തൊരു മനുഷ്യരാണപ്പോൾ ഇത്? രാജകുടുംബം ഇത് ജനങ്ങളുമായിട്ട് തൊട്ടുകൂടാ തീണ്ടായ്മ വല്ലതും ഉണ്ടോ അവിടെ? എനിക്കറിയാൻ വയ്യ. തിരുവിതാംകൂറിലെ രാജാക്കന്മാർ പോലും വഴിയിൽ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവരെ തൊഴുതിട്ട് അവിടെ ഉത്രാടം തിരുനാൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തൊക്കെ ആരോപണം MG ശശിഭൂഷൺ ഉന്നയിച്ചാലും ശരി, ആളുകളെ കാണുമ്പോൾ വളഞ്ഞൊടിഞ്ഞ് അദ്ദേഹം തൊഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ രാജകുടുംബത്തിൽ പോയിട്ടുള്ളപ്പോൾ അവിടുത്തെ ആ പ്രിൻസസ് അവരും ഇങ്ങനെ തൊഴുത് നമ്മളോട് അഭിമുഖങ്ങളിലൊക്കെ ഇങ്ങനെ തൊഴുത് വിനയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തൊട്ടുകൂടായ്മയില്ല, ഇത്ര അകലത്തിൽ ഇരുന്നോണം എന്നൊന്നുമില്ല. നിങ്ങൾ സ്വങ്ങളുടെ തെരഞ്ഞെടുത്ത് MP ആക്കി നിങ്ങളാക്കിയ ആൾക്കാരെ തൊടാതെ അവർ കാണാതെ ഒളിച്ചോടി പോകുന്നു. എങ്ങോട്ടായി പോകുന്നു? വിദേശ രാജ്യങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നു മനസ്സിലാക്കാം. പട്ടായയിൽ പരസ്യമായിട്ട് കാണിക്കാൻ പറ്റില്ല. മലേഷ്യയിലെ സുഖവാസ കേന്ദ്രം ഒരു പെണ്ണുണ്ട് കൂടെ, അത് പരസ്യമായിട്ട് കാണിക്കണം ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ കുറച്ച് മര്യാദ കാണിക്കണ്ടേ? പവൻ ഖേരയ്ക്ക് ഇരട്ട വോട്ടുണ്ടെങ്കിൽ എന്താ പുറത്താക്കാത്തത്? രമേശ് ചെന്നിത്തലയ്ക്ക് 2 വോട്ടുണ്ട്, അദ്ദേഹം തന്നെ സമ്മതിച്ചല്ലോ. പവൻ ഖേരയും സമ്മതിച്ചു, നിങ്ങളെന്താ പുറത്താക്കാത്തത്? അപ്പോൾ നിങ്ങളാണ് കള്ളം നടത്തുന്നത്, ഇലക്ഷൻ കമ്മീഷനല്ല. നിങ്ങളാണ് കള്ളം നടത്തുന്നത്. ഇത് ഇരട്ട. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇദ്ദേഹത്തിന്റെ എല്ലാ ബോംബും അതിന് തെളിവായി അദ്ദേഹം കാണിക്കുന്ന കർണാടകയിലെ മണ്ഡലങ്ങളെയാണ്. കർണാടക ഭരിക്കുന്നത് ആരാണ്? കോൺഗ്രസ് ആണ്. അതെ, ആ കർണാടകയിലെ മഹാദേവപുരയിലെ കാര്യങ്ങളെക്കുറിച്ച് ഇയാൾ പറഞ്ഞപ്പോൾ കണ്ണു തള്ളിപ്പോയി കർണാടകത്തിലെ ഒരു മന്ത്രിക്ക്. ചേട്ടാ, ഇയാൾ ഇതെന്തോന്നായി പറയും? നമ്മുടെ കാര്യം നമ്മുടെ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഉള്ള വോട്ടർ പട്ടിക അവർ കോൺഗ്രസ്സുകാരെല്ലാം പരിശോധിച്ച ഓക്കെ എന്നും പറഞ്ഞ് വിട്ട പട്ടികയിലാണ് അയാൾ എന്തോ പറഞ്ഞത്? മഹാദേവപുരം മണ്ഡലത്തിൽ 90 വോട്ടുള്ള ഒരു വീടുണ്ട്.
സത്യം പറഞ്ഞാൽ 90 വോൾട്ടുള്ള വീട് കാണുക ഏതെങ്കിലും ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിൽപ്പെട്ട പ്രിവിലേജസ് ഉള്ള ന്യൂനപക്ഷത്തിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അവിടെ 90 അല്ല അതിനപ്പുറവും പോകും, 150 പോകും. അങ്ങനെയാണല്ലോ ഇന്ത്യയുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത്. വലിയ അത്ഭുതമൊന്നുമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. 90 കണ്ട് ഈ പുള്ളിക്കാരൻ ആകപ്പാടെ വീട്ടിനകത്ത് 4-5 പേരേ ഉള്ളൂ. അപ്പോൾ എല്ലാ വീടുകളും ഇതുപോലെയാണ് ഈ രാജകുമാരൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 90 പേരുള്ള കുടുംബം അങ്ങനെ ആ രാഹുൽ ഗാന്ധി, നിങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ കല്യാണം കഴിച്ച് പിന്നെയും പ്രജകളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളെ സമ്പന്നമാക്കുന്ന ആൾക്കാർ ഈ രാജ്യത്തിന് പല രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ജില്ല, ഇപ്പം മലപ്പുറം ജില്ല, അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങളിതൊന്നും അറിയുന്നില്ല. എന്ത് പരിപാടി, നിങ്ങൾ 90 വോട്ട്. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞു, നമ്മൾ പരിശോധിച്ച് നമ്മളെ ചീത്ത പറയുന്നത്, മോദി പുറത്താക്കാൻ വേണ്ടി നമ്മളായിട്ട് ചീത്ത പറയുന്നത്, ഇയാളെ പിടിച്ച് പുറത്താക്കി. അതായിരുന്നു ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതായിരുന്നു ഹൈഡ്രജൻ ബോംബ്. എന്ത് പറയാനായി ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇരട്ട ഹൈഡ്രജൻ ബോംബ് അത് കർണാടകയിൽ തന്നെ. ഇപ്പോഴാണ് രാജാവ് നഗ്നനായിട്ട് നിന്ന് പത്രസമ്മേളനം നടത്തിയ ഇവരൊക്കെ നഗ്നരായിട്ട് പോകുന്നു. ഈ അർത്ഥവസ്ത്രധാരികളായിട്ട് എന്ത് മോശമാണ്. ജനങ്ങൾ നോക്കുമ്പോൾ ഈ പറയുന്ന ആൾ ഒന്നും ധരിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ കോൺഗ്രസ്സാണ് ഈ വോട്ട് ചോരിയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് സമർത്ഥമായിട്ട്. അവരെ നമുക്കറിയാമല്ലോ, BJPക്ക് അതിന് അവസരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവരും ചെയ്യുമായിരിക്കും. പോളിംഗ് ബൂത്തുകൾ തന്നെ പിടിച്ചങ്ങടക്കി അവിടെ ഇവർ തന്നെ പാർട്ടിക്കാർ വന്ന് ബാലറ്റ് നിന്ന സമയത്ത് ഇങ്ങനെ ഓരോ ബാലറ്റ് പേപ്പർ അവരിങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ മുദ്രയടിക്കുമല്ലോ, അതുപോലെ ആയിരുന്നു ബംഗാളിലും ചില സംസ്ഥാനങ്ങളിലുമൊക്കെ ബീഹാറിലും ഒക്കെ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ജയിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തുക. ഓരോ വോട്ടർ പട്ടികയിൽ അവർ കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ കുത്തുക. അതെങ്ങാനും മാറിപ്പോയെങ്കിൽ വോട്ടിന് വ്യത്യാസം വരും. ആ രീതിയിലാണ് മഹാഭൂരിപക്ഷത്തിൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി മുതൽ രാജീവ് ഗാന്ധി മുതൽ ജയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അത് നടന്നില്ല, കാരണം അതിന് മുമ്പ് TN ശേഷൻ വന്നു. ഈ പരിപാടി അദ്ദേഹം ഉരുക്കുമുട്ടിക്കൊണ്ട് ഇടിച്ച് നിരത്തി. അതുകൊണ്ട് അതിൽ പിന്നെ സംശുദ്ധമായിട്ടാണ് ഇത് പോകുന്നത്. പിന്നെ ഈ ക്ലറിക്കൽ എറേഴ്സ്, അനോമലീസ്, ആബറേഷൻസ്, ഇതൊക്കെ എവിടെയും വന്ന് സംഭവിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് മനഃപൂർവ്വമുള്ള എന്തെങ്കിലും പരിപാടി അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊന്നും ഒരാളും നടത്താറുമില്ല. അതങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കാം. കുറേ കണക്കെടുത്ത് വെച്ചുകൊണ്ട് അയ്യോ മഹാത്ഭുതം നോക്കിയപ്പോൾ എന്തുവാ, കണ്ണാടി എടുത്ത് വെച്ച് കാണുന്നത് തൻ്റെ മുഖമാണ്. അതാണിപ്പോൾ പവൻ കേരയുടെ കാര്യത്തിലും രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരുപാട് കോൺഗ്രസ്സുകാരുടെ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും പിന്നൊരു കാര്യം കൂടെ പറയാം. ഇവിടെ നമ്മൾ കൊച്ചു പിള്ളേർ കാണാം, തറയിൽ കൂടി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരു ഉറുമ്പിനെ കണ്ട അവന് ഇതൊരു വലിയൊരു ജീവിയായിട്ട് ഭീകര ജീവിയാണെന്ന്. അതുപോലെയാണ് ഈ രാഹുൽ ഗാന്ധി. അതുപോലൊരു ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. ഈ ഉറുമ്പിനെ കണ്ടുകൊണ്ട് വീട്ടിനകത്ത് ഉറുമ്പ് കയറി, അതുകൊണ്ട് മോദി രാജിവെക്കണം. അതുപോലെയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ചെറിയ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് സബ്ജക്റ്റ് ടു കറക്ഷൻ, അത് സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു രേഖയല്ല ഭരണഘടന പോലെ. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സബ്ജക്റ്റ് ടു ചേഞ്ച്, അപ്ഡേറ്റിംഗ്. അതങ്ങനെയാണല്ല, നമ്മുടെ വാർത്തകൾ അപ്ഡേറ്റിംഗ് അല്ലേ. നമ്മളിപ്പോൾ പറയുന്നതല്ല അടുത്ത നിമിഷത്തെ വാർത്ത, അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പോലെ മാറ്റം വന്നുകൊണ്ടിരിക്കും. അതിനാണ് ഈ SIR നടപ്പാക്കുന്നത്. ആ SIR നടപ്പാക്കിയത് തരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തരത്തിലും മോദിയെ ഇങ്ങനെ പറ്റിയ ഒരു നല്ല വാക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ മോശം പറഞ്ഞ് അങ്ങ് പുറത്താക്കുക എന്നുള്ള ലക്ഷ്യവും സ്വപ്നവും ഒക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു വ്യായാമം എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ വിജയിക്കണമെങ്കിൽ ഇതൊന്നും പോരാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.